ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസാക്ഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്താണ് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടി നോക്കാം. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണെന്ന് ഒന്നുകൂടി പറയാം. Transaction is a single logical unit of work that accesses and possibly modifies the contents of ഡേറ്റാബേസ്. അതായത് ഡേറ്റാബേസിലെ കണ്ടൻസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സിംഗിൾ യൂണിറ്റ് ഓഫ് ലോജിക്കൽ വർക്കിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. ട്രാൻസാക്ഷന് മുന്നേയും ട്രാൻസാക്ഷന് ശേഷവും ഡേറ്റാബേസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം. ഇങ്ങനെ ഡേറ്റാബേസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഡേറ്റാബേസിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് 4 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അതായത് ആസിഡ് പ്രോപ്പർട്ടീസ് എന്നാണ് ഈ പ്രോപ്പർട്ടീസിനെ എല്ലാം കൂടി പറയുന്നത്. ഓക്കെ, ആസിഡ് പ്രോപ്പർട്ടീസ്. ഈ ആസിഡ് പ്രോപ്പർട്ടീസിലെ ഓരോ ലെറ്ററും ഓരോ പ്രോപ്പർട്ടിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദീസ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റാബേസ് ഇൻ ദ കേസ് ഓഫ് സിസ്റ്റം ഫെയിലർ ആൻഡ് കൺകറൻറ്റ് ആക്സസ്. ഓക്കെ, ഈ ആസിഡ് പ്രോപ്പർട്ടി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റാബേസ് ഫെയിലർ സംഭവിച്ചാലും ഡേറ്റാബേസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആസിഡ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആസിഡ് പ്രോപ്പർട്ടീസ് നോക്കാം. ആസിഡ് പ്രോപ്പർട്ടീസ് 4 ടൈപ്സ് ആണ് വരുന്നത്. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ആസിഡ് പ്രോപ്പർട്ടീസിലെ അറ്റോമിസിറ്റി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ ഈസ് ഓൾ ഓർ നത്തിങ്. ഒന്നുകിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ട് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ നടത്തേണ്ടത്. ഇതാണ് അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസിയാണ്. ഡേറ്റ ഷുഡ് ബി വാലിഡ് അക്കോർഡിംഗ് ടു ഓൾ ഡിഫൈൻഡ് റൂൾസ്. അതായത് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുന്നും ശേഷവും ഡേറ്റാബേസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി. ഐസൊലേഷൻ. ട്രാൻസാക്ഷൻ ഡു നോട്ട് അഫക്റ്റ് ഈച്ച് അതർ. അതായത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഒരു സമയം തന്നെ നടത്താനായിട്ട് സാധിക്കണം. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് മറ്റൊരു ട്രാൻസാക്ഷന് ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അതായത് 2 ട്രാൻസാക്ഷൻസും ഒരേ സമയം നടത്താനായിട്ടൊക്കെ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഐസൊലേഷൻ. ലാസ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി. കമ്മിറ്റഡ് ഡേറ്റ വുഡ് നോട്ട് ബി ലോസ്റ്റ് ഈവൻ ആഫ്റ്റർ പവർ ഫെയിലർ. കമ്മിറ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എല്ലാം നടന്നു കഴിയുമ്പോൾ ഉള്ള ഡേറ്റയാണ്. ഓക്കെ, ഈ ഒരു ഡേറ്റ നമുക്ക് പവർ ഫെയിലർ ആയാലും നഷ്ടപ്പെടാൻ പാടില്ല. അല്ല, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി. ഓക്കെ, ഇനി ഓരോ പ്രോപ്പർട്ടി എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, അറ്റോമിസിറ്റി. This property states that a transaction must be treated as an atomic unit, that is either all of its operations are executed or none. ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ അറ്റോമിക് യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ ഓപ്പറേഷൻസ് നടക്കുകയാണെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റഡ് ആകണം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസും എക്സിക്യൂട്ട് ആകരുത്. അതായത് either the entire transaction takes place at once or doesn't happen at all. ഓക്കെ, അതായത് ട്രാൻസാക്ഷൻസ് പാർഷ്യലി ഒക്കർ ആവാൻ പാടില്ല, കംപ്ലീറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ നടക്കരുത്. ദർ മസ്റ്റ് ബി നോ സ്റ്റേറ്റ് ഇൻ എ ഡേറ്റാബേസ് വെയർ എ ട്രാൻസാക്ഷൻ ഈസ് ലെഫ്റ്റ് പാർഷ്യലി കംപ്ലീറ്റഡ്. സ്റ്റേറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് എയ്തർ ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ഓർ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓർ അബോർഷൻ ഫെയിലർ ഓഫ് ദി ട്രാൻസാക്ഷൻ. സ്റ്റേറ്റ്സ് എല്ലാം എക്സിക്യൂഷന് മുന്നേ തന്നെ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എക്സിക്യൂഷന് ശേഷം ഡിഫൈൻ ചെയ്യുകയോ അബോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അറ്റോമിസിറ്റിക്ക് 2 ഓപ്പറേഷൻസ് ഉണ്ട്, അബോർട്ട്, കമ്മിറ്റ്. അബോർട്ട്. If a transaction aborts, then all the changes made are not visible. അതായത് ഒരു ട്രാൻസാക്ഷൻ അബോർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഡേറ്റാബേസിൽ വരുത്തിയ ചേഞ്ചസ് ഒന്നും വിസിബിൾ ആവില്ല. അതായത് അബോർട്ടായി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അവിടെ നിന്ന് എക്സിറ്റ് ആയി. അതിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ നേരത്തെ വരുത്തിയിട്ടുണ്ടോ അതൊന്നും നമുക്ക് വിസിബിൾ ആവില്ല. അതാണ് അബോർട്ട്. കമ്മിറ്റ്. ഇഫ് എ ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ്, ദെൻ ഓൾ ദ ചേഞ്ചസ് മേഡ് ആർ വിസിബിൾ. ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഫോളോയിങ് ട്രാൻസാക്ഷൻ ടി കൺസിസ്റ്റിംഗ് ഓഫ് T1 ആൻഡ് T2. A consists of ₹600 and B consists of 300. ട്രാൻസ്ഫർ ₹100 ഫ്രം അക്കൗണ്ട് A to B. അതായത് ഒരു ടി എന്ന് പറയുന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. അവിടെ 2 ട്രാൻസാക്ഷൻ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. എയുടെ കയ്യിൽ 600 റുപ്പീസും ബിയുടെ കയ്യിൽ 300 റുപ്പീസുമാണ് ഉള്ളത്. എന്ത് ചെയ്യുകയാണ്? എയുടെ അക്കൗണ്ടിൽ നിന്നും 100 റുപ്പീസ് ബിയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. T1 നടക്കുന്ന പ്രോസസ്സ് റീഡ് A = A - 100 റൈറ്റ് A.
T2 റീഡ് ബി വൈ ഈക്വൽ ടു വൈ പ്ലസ് 100 റൈറ്റ് ബി. അതായത് ഫസ്റ്റ് എ എന്ത് ചെയ്യുന്നു, എയുടെ വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. ദെൻ എ 100 റുപ്പീസ് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു, അതായത് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമല്ലേ. അതായത് 600 നിന്നും 100 അങ്ങ് പോയി, അതായത് ഇപ്പോൾ 500 ഉണ്ട്. ആ ഒരു ന്യൂ വാല്യൂവിനെ റൈറ്റ് ചെയ്തു. T2ൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ T2 ആദ്യം എന്ത് ചെയ്തു, ഈ 300 എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്തു. ദെൻ എന്തായി, അവരുടെ വാല്യൂ ആഡ് ആയിട്ടുണ്ട്. 100 റുപ്പീസും കൂടെ ബിയുടെ കയ്യിൽ ആഡ് ആയി. ആ ആഡിങ് ആണ് അവിടെ കാണിക്കുന്ന ഓപ്പറേഷൻ, വൈ ഈക്വൽ ടു വൈ പ്ലസ് 100. ഓക്കെ, ദെൻ ബി എന്ത് ചെയ്യുന്നു, ന്യൂ വാല്യൂവിനെ റൈറ്റ് ചെയ്യുന്നു. After completion of transaction, A consists of 100 and B consists of 400. If the transaction T fails after the completion of transaction T1 but before the completion of transaction T2, then the amount will be deducted from A but not added to B. This shows the inconsistent database state. അതായത് എയിൽ നിന്നും 100 റുപ്പീസ് റെഡ്യൂസായി, പക്ഷേ ബിയിലോട്ട് ആ ക്യാഷ് ആഡ് ആയില്ല. അതിന് മുന്നേ ട്രാൻസാക്ഷന് ഫെയിലിയർ സംഭവിച്ചു. ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റാബേസിന് എന്തുണ്ടാകും, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും അല്ലേ. ഈ ഇൻകൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ ഒന്നുകിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻറ്റയർലി എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ നടത്തരുത്. നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി. The database must remain in a consistent state after any transaction. No transaction should have any adverse effect on the data residing in the database. If the database was in a consistent state before the execution of a transaction, it must remain consistent after the execution of the transaction as well. It is the responsibility of the application programmer and DBMS to maintain the consistency of the database. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുന്നേയും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഡേറ്റാബേസ് എന്തായിരിക്കണം, കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം. ഈ കൺസിസ്റ്റൻസി നിലനിർത്തേണ്ടത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമറിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. കൺസിസ്റ്റൻസി എന്താണ് മീൻ ചെയ്യുന്നത്? Consistency means that integrity constraints must be maintained so that the database is consistent before and after the transaction. Okay, then example നോക്കാം. The total amount must be maintained before and after the transaction. അതായത് ട്രാൻസാക്ഷന് മുന്നേയും ട്രാൻസാക്ഷന് ശേഷവും ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടോട്ടൽ ബിഫോർ ടി ഒക്കേഴ്സ് ഈക്വൽ ടു 600 + 300 ഈക്വൽ ടു 900. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, 600 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ 300 കൂടെ ആഡ് ചെയ്തു, അപ്പോൾ 900 റുപ്പീസായി. അതായത് ഇതാണ് ട്രാൻസാക്ഷന് മുന്നേ ടിയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ്. ഇനി ട്രാൻസാക്ഷന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. 500 + 400 ഈക്വൽ ടു 900. അതായത് 600 നിന്നും 100 പോയപ്പോൾ 500 ആയി. ബട്ട് എന്ത് ചെയ്യുന്നു, 400 കൂടി ആഡ് ചെയ്തിട്ട് 900 ആക്കുന്നു. അതായത് ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു, 400 ആഡ് ചെയ്തു. ഇപ്പോൾ ഡേറ്റാബേസ് എങ്ങനെയാണ്, കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലാണ്. ഇൻ ദ കേസ് വെൻ T1 കംപ്ലീറ്റഡ് ബട്ട് T2 ഫെയിൽസ്. അതായത് T1 കംപ്ലീറ്റഡ് ആയി T2 ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും. ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസി. നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഐസൊലേഷൻ. ഇറ്റ് ഷോസ് ദാറ്റ് ദ ഡേറ്റ വിച്ച് ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ കനോട്ട് ബി യൂസ്ഡ് ബൈ ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ അണ്ടിൽ ദ ഫസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റഡ്. In isolation, if the transaction T1 is being executed and using the data item X, then that data item can be accessed by any other transaction T2 until the transaction T1 ends. The concurrency control subsystem of the DBMS enforced the isolation property. ഓക്കെ, ഐസൊലേഷൻ പ്രോപ്പർട്ടി എൻഷുർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൺകറൻ്റ്ലി നമുക്ക് നടത്താനായിട്ട് സാധിക്കണം. ഓക്കെ, എന്നാൽ ഡേറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസിയെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതാണ് പറയുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് ദ ഡേറ്റ വിച്ച് ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ കനോട്ട് ബി യൂസ്ഡ് ബൈ ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ അണ്ടിൽ ദ ഫസ്റ്റ് വൺ ഈസ് കംപ്ലീറ്റഡ്. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാതെ അതിലെ ഡേറ്റ വേറൊരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഡേറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആയി പോകും. സോ ആ ഒരു കൺസിസ്റ്റൻസിയെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ ഒരു കൺകറൻസി കൺട്രോൾ സബ്സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഐസൊലേഷൻ പ്രോപ്പർട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 500, ബി ഈക്വൽ ടു 500. ലെറ്റ് us കൺസിഡർ 2 ട്രാൻസാക്ഷൻസ് ഹിയർ ടി ആൻഡ് ടി ഡബിൾ ഡാഷ്. അതായത് ടി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന 2 ട്രാൻസാക്ഷൻ ഉണ്ട്. എയുടെ കയ്യിൽ 500ഉം ബിയുടെ കയ്യിൽ 500ഉം ആണ് ഉള്ളത്.
ടിയിൽ നടക്കുന്ന എന്താണ്? ഫസ്റ്റ് എ റീഡ് ചെയ്യുന്നു, ദെൻ എ ഈക്വൽ ടു എ ഇൻറ്റു 100, റൈറ്റ് എ, ബി റീഡ് ബി, ബി ഈക്വൽ ടു ബി മൈനസ് 50, റൈറ്റ് ബി. ടി ഡബിൾ ഡാഷിൽ റീഡ് എ, റീഡ് ബി, ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി, റൈറ്റ് ഇസഡ്. അതായത് ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷമാണ് ഇവിടെ ടി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? എ റീഡ് ചെയ്തു, അതായത് 500 എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്തു. ദെൻ എ ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അതായത് 500 ഇൻറ്റു 100, ദെൻ വാല്യൂ എത്രയായി? 50,000 ആയി മാറി. ഈ 50,000നെ റൈറ്റ് ചെയ്തു. ദെൻ ബി എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്യുന്നു, 500 മൈനസ് 50 ചെയ്യുന്നു. അതാണ് അവിടുത്തെ പ്രോസസ്സ്. അപ്പോൾ 450 ആയി, 450യെ റൈറ്റ് ചെയ്തു. ഇതാണ് ടിയിൽ നടക്കുന്നത്. അതിനുശേഷം ടി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ വരുന്നു. ആ ട്രാൻസാക്ഷനിൽ എ റീഡ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000 ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? 450 ആണ്. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ 50,000 പ്ലസ് 450, അപ്പോൾ എന്താ കിട്ടും? 50,000 ആൻഡ് 450 എന്ന് പറയുന്നത് കിട്ടും. ഇത് ഈ ഒരു പുതിയ വാല്യൂവിനെ ഇസഡ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. സപ്പോസ് ദാറ്റ് ടി ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ഹിയർ ടിൽ റീഡ് ബി ആൻഡ് ദെൻ ടി ഡബിൾ ഡാഷ് സ്റ്റാർട്ട്സ്. ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ ബിയെ റീഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആ ട്രാൻസാക്ഷൻ അടുത്ത ട്രാൻസാക്ഷനിലോട്ട് എൻ്റർ ആയി കഴിയുമ്പം ബിയെ എന്തായിട്ട് റീഡ് ചെയ്യുന്നു? 500 ആയിട്ട് റീഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് 50,000 ആൻഡ് 500 എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 50 യൂണിറ്റ് ലോസ് ആകുന്നു ഡേറ്റാബേസിൽ. സോ ഡേറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആകുന്നു. ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ നിലനിർത്തുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷം മാത്രം അടുത്ത ട്രാൻസാക്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഒരു ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ എലമെൻറ്റിനെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആകാതെ മറ്റൊരു ട്രാൻസാക്ഷനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയാണ് ഐസൊലേഷൻ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി. ഓക്കെ, the durability property is used to indicate the performance of the database consistent state. It states that the transaction made the permanent changes. They cannot be lost by the erroneous operation of a faulty transaction or by the system failure. When the transaction is completed, then the database reaches a state known as consistent state. That consistent state cannot be lost even in the event of system failure. The recovery subsystem of the DBMS has the responsibility of durability property. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയും ഡേറ്റാബേസിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇൻഷുർ ചെയ്യുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പവർ ഫെയിലർ വന്നാലൊന്നും നമ്മൾ നടത്തിയ ആ ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റാസോ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അതാണ് ഡ്യൂറബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു റിക്കവറി സബ്സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പവർ ഫെയിലർ ഒന്നും വന്നു കഴിഞ്ഞാലും നമ്മുടെ ഡേറ്റാബേസിൻ്റെ അകത്തുള്ള കണ്ടൻസ് ഒന്നും ലോസ് ആകാതെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ആണ്. സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസാക്ഷനകത്ത് ഒരുപാട് സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വരും ആക്റ്റീവ് സ്റ്റേറ്റ്, ദെൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്, ഫെയിൽഡ്, അബോർട്ടഡ്. ഇങ്ങനെ 5 സ്റ്റേറ്റ്സ് ആണ് ട്രാൻസാക്ഷനകത്ത് വരുന്നത്. ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എന്താകും? ഒരു ആക്റ്റീവ് സ്റ്റേറ്റ്സിലോട്ട് എൻ്റർ ചെയ്യും. ദെൻ ഇത് പാർഷ്യലി കമ്മിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിലാകാൻ ചാൻസ് ഉണ്ട്. ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് വരും. ദെൻ ഇതെന്ത് ചെയ്യും? അബോർട്ട് ചെയ്യും, എൻഡ് ചെയ്യും. അതുപോലെ തന്നെ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്നും പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് കമ്മിറ്റഡ് ആക്കും, എൻഡ് ചെയ്യും. അതുപോലെ തന്നെ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് ഫെയിൽഡ് സ്റ്റേജിലോട്ട് കയറും, എന്നിട്ട് അബോർട്ട് ചെയ്യും, ദെൻ എൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഓരോ സ്റ്റേറ്റും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആക്റ്റീവ് സ്റ്റേറ്റ്. ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേട്ടോ. ട്രാൻസാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് എല്ലാം ബഫറിലുള്ള മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതായത് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആകുന്ന സ്റ്റേറ്റാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ് ആണ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്. ലാസ്റ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു? ഒരു പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് കയറുന്നു. പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലെന്ന് പറഞ്ഞാൽ ഇതിൽ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം, അതായത് നമ്മുടെ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടാകുമല്ലോ, ഈ ചേഞ്ചസ് എല്ലാം ബഫർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. തേർഡ് സ്റ്റേറ്റ് ആണ് ഫെയിൽഡ് സ്റ്റേറ്റ്. ഫെയിൽഡ് സ്റ്റേറ്റിലെന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്ത് ട്രാൻസാക്ഷനെ എൻഡ് ചെയ്യും.
ട്രാൻസാക്ഷൻ അബോട്ട് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവറി മാനേജർ ഡേറ്റാബേസിനെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് റോൾ ബാക്ക് ചെയ്യും. എവിടെയാണോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് റോൾ ബാക്ക് ചെയ്യും. എന്നിട്ട് ട്രാൻസാക്ഷനെ എൻഡ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നടത്തിയിട്ട് എൻഡ് ചെയ്യുന്നു. ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റാണ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. ഒരു ട്രാൻസാക്ഷൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസും സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റോൾ ബാക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റേറ്റിലോട്ടോ ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതായത് കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലെത്തി ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി എന്നാണ് മീനിങ്. ഓക്കെ, എന്നിട്ട് ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യുന്നു. ഇത്രയാണ് ട്രാൻസാക്ഷനകത്ത് വരുന്ന സ്റ്റേറ്റ്സ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത്രയാണ് നമ്മൾ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആസിഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഓക്കെ, അതിൽ ഓരോ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ.